കുറുന്തോട്ടിക്കും വാദമോ. സാധാരണ ഒരു ചെറിയ പനിയോ ജലദോഷമോ വന്നാൽ നമ്മൾ ഡോക്ടേഴ്സ് കേൾക്കുന്നൊരു ക്ലീഷേ സ്റ്റേറ്റ്മെൻറ്റാണിത്. ഡോക്ടേഴ്സ് മെൻ്റൽ ഹെൽത്ത് എന്നത് ഇന്ന് നമ്മുടെ ലോകത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഫിസിക്കൽ ഹെൽത്തിനെ പറ്റിയിട്ട് എല്ലാവരോടും ഉപദേശിക്കും, നമ്മൾ ഫോളോ ചെയ്യാറില്ല. മെൻ്റൽ ഹെൽത്ത് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വിഭാഗമേ ഇല്ലാത്തുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ രീതി. ബാക്കി ഒരു നോർമൽ അല്ലെങ്കിൽ യൂഷ്വൽ പോപ്പുലേഷൻ, ലേമൻ പോപ്പുലേഷനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫിസിഷ്യൻസിൻ്റെയും മെഡിക്കൽ ഫീൽഡിലുള്ളവരുടെയും ഇടയിലുള്ള ബേൺ ഔട്ട്, ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവ 2 മടങ്ങ് 2 times more than ദി ജനറൽ പോപ്പുലേഷൻ എന്നുള്ളതാണ് റീസെൻറ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് ഇഗ്നോർ ചെയ്തുള്ള കോൺസിക്വൻസസ് ഇത് തന്നെയാണ്. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ കാണുന്ന സ്യൂസൈഡ്സിൻ്റെ എണ്ണം എത്ര പേരാണ് ഡോക്ടേഴ്സ് ഉള്ളത്? എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുക? ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്, ജസ്റ്റ് ഹ്യൂമനൈസ് യുവർ സെൽഫ്. നമ്മൾ സൂപ്പർമാൻ്റെ കേപ്പിട്ട് ഒരു സൂപ്പർ ഹീറോയോ അല്ലെങ്കിൽ ഒരു ഡെമിഗോഡോ ഗോഡോ ഒന്നുമല്ല. ബാക്കി ഒരു സാധാരണ വ്യക്തിക്കുള്ള അതേ ന്യൂറോ അനാറ്റമി, അതേ ഫിസിയോളജി, അതേ ബാക്കി ഫങ്ഷനിങ് തന്നെയാണ് നമുക്കും ഉള്ളത്. നമുക്ക് വരുന്ന അതേ അസുഖങ്ങൾ, അത് മെൻ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ, നമുക്കും വരാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു വ്യക്തിയെപ്പോലെ നമുക്കും മെൻ്റൽ ഹെൽത്ത് ഇൽനെസ്സസ് വരാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി കൺസിഡറിങ് നമ്മുടെ ഒരു വർക്ക് പ്രഷർ, നമ്മുടെ അവേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹയർ ടെൻഡൻസി തന്നെ ഉണ്ടെന്ന് പറയാം. നമ്മൾ ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നമുക്ക് മറ്റൊരു വ്യക്തിയെ നോക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു റിയലൈസേഷൻ എന്നും എപ്പോഴും നമുക്ക് വേണം. ടൈം ഫോർ യുവർ സെൽഫ്, ടൈം വിത്ത് യുവർ ഫാമിലി, ടൈം വിത്ത് യുവർ ഫ്രണ്ട്സ്.